ആ ഖുർആൻ നമുക്ക് വലിയ കാവലാണ്. നമ്മുടെ ഈമാന് നിലനിന്ന് കിട്ടാൻ, നമ്മുടെ ദീന് നിലനിന്ന് കിട്ടാൻ ഖുർആൻ വലിയ കാവലാണ്. സുഹൃത്തുക്കളെ, ആ ഖുർആൻ കാവലാകുന്നത് എങ്ങനെയാണ്? ആ ഖുർആൻ ഭൂമിയിൽ ഉള്ള കാലത്തോളം നല്ല പണ്ഡിതന്മാരുണ്ടാകും, നല്ല ആലിമീങ്ങൾ ഉണ്ടാകും. ആ ഖുർആൻ ഭൂമിയിലുള്ള കാലത്തോളം പണ്ഡിതന്മാർക്കൊരു കുറവുമില്ല. പോയാൽ പകരം ആലിമീങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഓരോ കാലഘട്ടത്തെ ആലിമീങ്ങളെ വാർത്തെടുക്കാനാണ് ഞങ്ങളെ മുഹിമ്മാത്തിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളത്. എന്നാൽ പേടിക്കേണ്ട ഒരു രംഗമുണ്ട്. ആ ഖുർആൻ ഉയർത്തപ്പെടുന്നു ആഖിറുസ്സമാനിൽ. മഹാന്മാര് പഠിപ്പിച്ചില്ലേ, യുർഫഉൽ ഖുർആനു ഫീ ആഖിറിസ്സമാൻ. അവസാന കാലം വന്നാൽ ഖുർആൻ ഉയർത്തപ്പെടുന്നു. എവിടുന്നാണ് ഖുർആൻ ഉയർത്തപ്പെടുന്നത്? മിനൽ മസാഹിഫി, മുസ്ഹഫുകളിൽ നിന്ന് ഖുർആൻ ഉയർത്തപ്പെടുന്നു. രാത്രി മുസ്ലിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഫയുസ്ബിഹുന്നാസ്, പിറ്റേന്ന് പ്രഭാതമായാൽ അതാ പ്രഭാതമായിട്ട് മുസ്ഹഫ് അങ്ങ് കയ്യിലെടുത്തു നോക്കിയാൽ രാത്രിയിൽ എഴുത്തും കുത്തുമുള്ള കടലാസിൽ പ്രഭാതമായപ്പോൾ ഫുള്ളായിട്ട് വെള്ളക്കടലാസാൽ. അതേ രാത്രിയിൽ കണ്ട എഴുത്ത് കാണുന്നില്ല, രാത്രിയിൽ കണ്ട കുത്ത് കാണുന്നില്ല. ആദ്യമായി ഖുർആൻ ഇല്ലാണ്ടാകുന്നത് മുസ്ഹഫിൽ നിന്നാണ്. അവസാന കാലം വന്നാൽ അങ്ങനെയാണ്. ആ കാലത്തെയാണ് ഞാനും നിങ്ങളും ഭയക്കേണ്ടത്. ആ കാലത്തെയാണ് ഞാനും നിങ്ങളും പേടിക്കേണ്ടത്. പിന്നെയോ, പിന്നെ മുസ്ഹഫ് ഇല്ലാണ്ടായാൽ പിന്നെ ഖുർആൻ കാണാൻ പഠിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഖുർആൻ കാണാതെ പഠിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? തുമ്മ യുൻസഖുൽ ഖുർആനു മിനൽ ഖുലൂബ്. പിന്നെ ആളുകളെ മനസ്സിൽ നിന്ന് ഖുർആനിനെ ഇല്ലാണ്ടയാക്കപ്പെടും. അത് ഭയക്കേണ്ട കാലമാണ്. ആ ഖുർആനിൽ നിന്നുള്ള വാചകങ്ങൾ ഓർക്കപ്പെടാറില്ല. ആ ഖുർആൻ അവസാന കാലം വരുമ്പോൾ ആളുകൾക്ക് ഖുർആനിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് പിന്നെ ആളുകൾ അവലംബിക്കുന്നത് എന്തിനെയാണ്? സുമ്മ യർജിഉന്നാസു ഇലൽ അശ്ആർ. പിന്നെ ആളുകൾക്ക് താല്പര്യം പാട്ടിനോടാണ്. പിന്നെ ഫുള്ളായിട്ട് പാട്ടുകൾ